നാട്ടികയിൽ സി മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. ഡൽഹിയിലെത്തിയ സി മുകുന്ദൻ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. കെ.സി. വേണുഗോപാലും മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. വിവരങ്ങളുമായി ജിഷ്ണു ഉണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, ഇന്നലെ രാത്രിയോടെയാണ് സി മുകുന്ദൻ ഡൽഹിയിൽ എത്തുന്നത്. നിർണായക ചർച്ചകൾ. ഇതിനിടെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം, അതൃപ്തി. വിവരങ്ങൾ. CPI പുറത്താക്കിയ നാട്ടിക MLA സി മുകുന്ദൻ ഇന്നലെ രാത്രിയോടെയാണ് ഡൽഹിയിലെത്തിയത്. ആദ്യം കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരുന്നത് സി മുകുന്ദനുമായ തരത്തിലൊരു ചർച്ച ഉദ്ദേശിക്കുന്നില്ല, മുകുന്ദനെ ആരും വിളിച്ചിട്ടില്ല എന്നുള്ള പ്രതികരണമായിരുന്നു കോൺഗ്രസ് നേതൃത്വം നടത്തിയതെങ്കിലും ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായും സി മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണ തേടാനാണ് സി മുകുന്ദന്റെ ഡൽഹി വരവ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത്തരത്തിലുള്ള ആവശ്യമാണ് സി മുകുന്ദൻ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ മുകുന്ദനെ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാദേശിക നേതൃത്വം കടുത്ത എതിർപ്പാണ് നാട്ടികയിൽ സി മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. അവിടെയും UDF-ന്റെ തന്നെ സ്ഥാനാർത്ഥി വേണം, കോൺഗ്രസിന്റെ തന്നെ സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രാദേശിക നേതൃത്വം മുൻപോട്ട് വെച്ചത്. ഈ ഒരു ഘട്ടത്തിൽ മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ രാഷ്ട്രീയപരമായ ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. നിലവിൽ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായും മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. കൂടാതെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായും സി മുകുന്ദൻ കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അശ്വതി. ശരി, സി മുകുന്ദനെ പിന്തുണയ്ക്കുന്നതിൽ പ്രാദേശിക നേതൃത്വത്തിന് കടുത്ത എതിർപ്പാണ്. എന്നാൽ ഡൽഹിയിലെത്തിയ സി മുകുന്ദൻ കെ.സി. വേണുഗോപാലുമായും കൂടിക്കാഴ്ച നടത്തിയേക്കും. വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു നൽകിയത്.